GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. എമിറേറ്റിലെ ജനങ്ങളുടെ സാമൂഹ്യക്ഷേമം ലക്ഷ്യമിട്ട് 20,800 കോടിയുടെ വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ച UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായ് സോഷ്യൽ അജണ്ട 33 എന്ന പേരിട്ട പദ്ധതിയിലൂടെ 10 വർഷത്തിനുള്ളിൽ സ്വദേശി കുടുംബങ്ങളുടെ എണ്ണം 2 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ദുബായിയുടെ ഭരണം ഏറ്റെടുത്തതിന്റെ വാർഷിക ദിനമായ ജനുവരി 4 ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ദുബായ് ഭരണാധികാരി എന്ന നിലയിൽ ജനുവരി 4 അദ്ദേഹം 18 വർഷം പൂർത്തിയാക്കി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന കുട്ടികൾക്ക് ദുബായ് ഭരണാധികാരിയുടെ പുസ്തകം സമ്മാനമായി നൽകുന്ന സംരംഭത്തിന് തുടക്കം കുറിച്ച് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ദ ജേർണി ഓഫ് ദ ഡെസർട്ട് ടു ദി സ്റ്റാർസ് എന്ന പുസ്തകത്തിൻ്റെ പകർപ്പുകളാണ് ദുബായിൽ വരുന്ന കുട്ടികൾക്ക് സമ്മാനിക്കുക. സംരംഭത്തിൻ്റെ ഉദ്ഘാടനം കുട്ടികൾക്ക് പുസ്തകം സമ്മാനിച്ച് GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി നിർവഹിച്ചു. ദുബായ് എമിറേറ്റിൽ ഷെയ്ഖ് മുഹമ്മദ് അധികാരമേറ്റതിൻ്റെ 18ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ എമിറേറ്റ്സ് എയർബസ് A380 സുഹാർ വിമാനത്താവളത്തിലെത്തി. എമിറേറ്റ്സ് അക്കാദമിയിൽ ട്രെയിനി പൈലറ്റുമാർക്കുള്ള പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് വിമാനം കഴിഞ്ഞ ദിവസം സുഹാറിന് ലഭിച്ചത്. ഒമാൻ എയർപോർട്ടുമായുള്ള കരാറിന്റെ ഭാഗമായായിരുന്നു ലാൻഡിംഗ്. സുഹാർ വിമാനത്താവളത്തെ പ്രാദേശികമായി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒമാൻ എയർപോർട്ടിന്റെ ശ്രമങ്ങൾക്കിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ഇവിടെ പറന്നിറങ്ങിയത്. കഴിഞ്ഞ ദിവസം അവസാനിച്ച വാട്ടർ ഗാർഡൻ സിറ്റിയിലെ ഫെസ്റ്റിവൽ സിറ്റി പരിപാടികളിലെത്തിയത് 1,00,000-ലധികം പേരാണെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു. ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ചാണ് 1 മാസം നീണ്ട ഫെസ്റ്റിവൽ സിറ്റി പരിപാടി ഒരുക്കിയത്. ഇതോടെ GCC വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.